നല്ല തെളിഞ്ഞ അന്തരീക്ഷം. അപ്പൊ നമ്മളിന്നൊരു പുറത്തേക്കൊന്ന് ഇറങ്ങാണ്. പോവാം. ഓക്കെ, ബീച്ചിൽ പോകാം നമുക്ക്. അതെ, നമ്മളിന്ന് പോകുന്നത് ഷാർജയിലുള്ള ഹംറിയ ബീച്ചിലേക്കാണ്. ഹംറിയ ബീച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യുവർ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വെൽ മെയിൻറ്റൈൻഡ് ഷാർജ മുനിസിപ്പാലിറ്റി. ഏറ്റവും സുന്ദരമായ ബീച്ച്, അടിപൊളിയാണ്. നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവും അത്രയും വൃത്തിയുള്ള ബീച്ച്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പാർക്കും, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, കുളിക്കാം, ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാം. ഒരുപാട് ദൂരമുണ്ട്, അത് അത്രയും അധികം ഏരിയ ഉണ്ട് ആ ബീച്ച്. അപ്പോൾ എത്ര പേര് വന്നാലും അവിടെ ഇരിക്കാനോ കുളിക്കാനോ കളിക്കാനോ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബീച്ചിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ കാണാം. ബീച്ചിലേക്കാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ തുടങ്ങിയ ചിങ്കും ഇഞ്ചും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇഞ്ചു ആണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കയറ്റിക്കൊണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ക്ലിയർ ക്ലൈമറ്റ് ആണല്ലേ, നീലാകാശം സൈഡിലും ഉണ്ടല്ലേ, ഫുള്ള് ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചേക്കാം. റോഡൊക്കെ എന്ത് ഭംഗിയാണ്. തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ ദുബായൊക്കെ ഫുള്ള് റോഡ് സൈഡ് ഫുള്ള് ഇതേ അവസ്ഥയാണ്. ഫുള്ള് മറ്റേ ബാംഗ്ലൂരൊക്കെ പോയ പോലെ ഫുള്ള് ഗാർഡനാണ്. പൂക്കൾ കൊണ്ട് നിറയ്ക്കും അവർ റോഡരികിൽ ഫുള്ള്. നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ഇറങ്ങാണ് കേട്ടോ ബീച്ചിലേക്ക്. ഇതാണ് ഇപ്പം എൻ്റെ എൻട്രൻസ്, ഷാർജ ഹംറിയ പോർട്ട്. കയറി വരുമ്പോൾ തന്നെ പച്ച പരവതാനി. ഇത് പ്ലാസ്റ്റിക് പുല്ലാണ് കേട്ടോ, അത് ഒറിജിനൽ പുല്ലല്ല താഴെ കാണുന്നത്. അപ്പോഴേക്കും അമ്മയ്ക്കും മോൾക്കും സെൽഫി ഒക്കെ എടുത്ത് തുടങ്ങി. ഇനിയുള്ള ബീച്ചിൻ്റെ മനോഹാരിത നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർക്ക്. ഫുൾ ഫ്രീ ആണ് കേട്ടോ, ഇവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല. വന്നിട്ടുണ്ടെങ്കിൽ പാലിക്കേണ്ട കുറേ നിയമങ്ങളൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇവിടെ ഫുഡ് കുക്കിംഗ് അല്ല ഇവിടെ അല്ല, അതായത് ബാർബിക്കൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. കേരം തെങ്ങും കേരള നാട് എന്നല്ല കേട്ടേനെ. ഇത് ഈ ഷാർജ ബീച്ചിലും ഫുള്ള് തെങ്ങാണ് വെച്ച് പിടിപ്പിച്ചത്. ഇവിടെ തേങ്ങയൊന്നുമില്ല, പക്ഷെ ഫുള്ള് തെങ്ങ് നിറഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഇഞ്ചും കൂടി ചാടി ഇറങ്ങി. അപ്പോൾ അവർ കിടന്ന് അവിടെ കളിക്കുകയാണ്. ഇഞ്ചുവിനാണെങ്കിൽ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്, ഈ കാർട്ടൂണിലൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നാട്ടിൽ ബീച്ചിൽ പോയതുപോലെ കക്കകളൊക്കെ നല്ല ഭംഗിയുള്ള കക്കകളും അങ്ങനത്തെ ഉണ്ടെങ്കിൽ പറക്കിയെടുക്കുമല്ലേ. ചിങ്കും അവിടെ ഇതുപോലെ പറക്കിയെടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. നമ്മൾ പണ്ടൊക്കെ ബീച്ചിൽ പോകുമ്പോൾ, കടൽ കാണാൻ പോകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. നല്ല വിവിധ തരത്തിലുള്ള കക്കകൾ കിട്ടിയായിരുന്നു കേട്ടോ. ചിങ്കുവിന് ഇതൊക്കെ അത്ഭുതമാണ്. കണവനാക്കല്ലേ, നമ്മുടെ നാട്ടിലെ കണവനാക്ക്. നിങ്ങളെന്താ പറയുന്നതിന്? ഇതൊക്കെ അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയയാണിത്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കുറേ നാളായി ബീച്ചിൽ വന്നിട്ട് എൻജോയ് ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ ബീച്ച് അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആണ്. വെള്ളത്തിലിറങ്ങിയപ്പോൾ വെള്ളം ഫുൾ ഇങ്ങോട്ട് ആകെ നനഞ്ഞു കുളിച്ചിരിക്കും. നല്ല ഇവിടെ വരുന്ന എല്ലാവരും ഈ ഫ്രെയിമിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിങ്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്.
ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും കുളിക്കാനും പിന്നെ അതിന് ശേഷം ഷവറിനും ഡ്രസ് ചേഞ്ചിനും എല്ലാം ഉള്ള നല്ല സൗകര്യങ്ങളുണ്ട്. മിക്കവരും ഫാമിലീസായിട്ടാണ് വന്നേക്കണത്. ഫുള്ള് തെങ്ങാണല്ലോ അല്ലേ? ഫുള്ള് തെങ്ങുകൾ വെച്ചെടുത്തേക്കത്. ബീച്ചിൻ്റെ ഒരു ഇതാണല്ലോ തെങ്ങ്. ബീച്ചിൻ്റെ എന്നിട്ട് തെങ്ങ്, ബീച്ചും തെങ്ങും തമ്മിൽ വളരെ ബന്ധം. നമ്മളിപ്പോൾ ഇവിടേക്ക് നടന്നു വന്നപ്പോൾ അതെ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇഞ്ചി അത് കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി. കുറേ സ്ലൈഡും ഊഞ്ഞാലയും അതൊക്കെ ഉണ്ട്, കുറേ നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവിടെ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തിരിക്കുകയും ചെയ്യാം, എന്നിട്ട് ഇവിടെ കളിക്കുകയും ചെയ്യാം. ചെറിയ പിള്ളേർക്ക് ഇവിടെ കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പാരൻസിനാകുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ നോക്കിയാൽ മതിയല്ലോ. നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ ബാറ്ററി കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഫ്രീ ആണ് ഫുള്ളും. അപ്പം നമ്മളിനി ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ തണുപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഇനി സ്ഥലം കാലിയാക്കാം ആൾക്കാരെ. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. ഷാർജ ഹംറിയ ബീച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.